ശ്രീ ഗുരുഭ്യോ നമഃ. ബുദ്ധിയുടെ പരിണാമം രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അഹങ്കാരജന്യം, ഒന്ന് വിഷയാകാരജന്യം. അപ്പൊ അഹങ്കാരാദി രൂപത്തിലുള്ള പരിണാമം ഈശ്വരചിത് സാന്നിധ്യം മൂലവും വിഷയാകാരമുള്ള രൂപബുദ്ധി ജീവചൈതന്യ സാന്നിധ്യവും മൂലവുമാണ് നടക്കുന്നത്. അപ്പോ നിശ്ചയവൃത്തി ഏതാണോ അതത്രേ നമുക്ക് ബുദ്ധി, നിശ്ചയാത്മിക ബുദ്ധി എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോ മഹത്തത്വത്തിൽ അധിഷ്ഠിതമാണ് ബുദ്ധിയുടെ പ്രവർത്തനം. അധ്യവസായം തന്നെ നിശ്ചയം. എന്നാൽ ബുദ്ധി നിശ്ചയമല്ല. നിശ്ചയം ചെയ്യുക എന്ന വ്യവഹാരമാണ് ബുദ്ധി ചെയ്യുന്നത്. നിശ്ചയം ധർമ്മം തന്നെയാണ്. ബുദ്ധി ധർമ്മിയാണ്. ഇപ്പൊ രജസ്തമോ ഗുണങ്ങളുടെ പ്രഭാവം ബുദ്ധിയെ വിപരീതമാക്കുന്നു. ബുദ്ധി വിപരീതമാകുമ്പോൾ അധർമ്മം, അജ്ഞാനം, രാഗം, അനൈശ്വര്യം എന്നിവ വ്യക്തിയിൽ ഉദയം ചെയ്യുന്നു. പ്രകൃതി പുരുഷ ജ്ഞാനത്തിന് ഇത് വിഘാതമാണ്. പ്രകൃതി പുരുഷ ജ്ഞാനത്തിന് ശുദ്ധവും സത്വമയമായിരിക്കുന്ന ആത്യന്തിക സൂക്ഷ്മവുമായിരിക്കുന്ന ബുദ്ധിവൈഭവം ആവശ്യമാണ്. ഉത്കടമായ വൈരാഗ്യവും ജന്മജന്മാന്തരങ്ങളെ നിരന്തരവും സാമർഥ്യമുള്ളതുമായിട്ടുള്ള അഭ്യാസം കൊണ്ട് ബുദ്ധി സത്വമയമായി തീരുന്നു. ഈ സത്വരൂപത്തെ പ്രകടമാക്കുന്ന ബുദ്ധിവൈഭവം സാധന കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ബുദ്ധി ഉണർന്ന് തെളിഞ്ഞ ആൾക്ക് സ്വാമി ഭാവം ഉണ്ടാകും. ബുദ്ധി പ്രകൃതിയുടെ ആദ്യ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധി നിത്യകാര്യമല്ല. ബുദ്ധി തുടങ്ങിയവ ആത്മാവിന്റെ ഭോഗ അപവർഗ കാരണങ്ങളാണ്. ജീവാത്മാവായിരിക്കുന്ന ബുദ്ധിരൂപമായിരിക്കുന്ന ഗണപതി ബദ്ധാത്മാവ് തന്നെയാണ്. അഗ്നിയുടെ സ്വഭാവം ഉഷ്ണമാണെന്ന് പറഞ്ഞതുപോലെ ജീവാത്മാവിന്റെ സ്വഭാവമാണ് സുഖം, ദുഃഖം, ജ്ഞാനം, ഇച്ഛ, ദ്വേഷം, പ്രയത്നം ഇങ്ങനെയുള്ളതെല്ലാം. അപ്പൊ സാംസ്കാരിക അവസ്ഥയിലെ ഗുണത്രയങ്ങളോടുകൂടിയ ഈ ജീവൻ ബദ്ധാവസ്ഥയിലാണെന്ന് കാണണം. ബുദ്ധി സാമർഥ്യം കൊണ്ട് മാത്രമേ ബദ്ധാവസ്ഥയെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. സത്വരജസ് തമസാം സമാവസ്ഥ പ്രകൃതി പ്രകൃതേർ മഹാൻ മഹതോ അഹങ്കാരോ അഹങ്കാരാത്. അപ്പോ ഈ പഞ്ചവിംശതി ഗുണങ്ങളെല്ലാം തന്നെ, അതായത് സത്വരജ തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥ എന്ന് പറയുന്ന പ്രകൃതിയാണ്. പ്രപഞ്ച സൃഷ്ടിയുടെ മൂല ഉപാദാന കാരണമാണ് പ്രകൃതി. പ്രകൃതിയിൽ നിന്നും ആദ്യം ഉരുത്തിരിഞ്ഞത് മഹത്തത്വമാണ്. മഹത്ത് എന്നാൽ ബുദ്ധിയാണ്. ബുദ്ധിയുടെ കാര്യം അഹങ്കാരമാണ്. എല്ലാം ചേതനാ തത്വമായി നേരിട്ട് വരുന്നത് ബുദ്ധിയാണ്. ബുദ്ധി പ്രകൃതിയാണ്. പ്രകൃതിക്ക് ശക്തി തത്വമാണ്. ശക്തി തത്വം സദാ ചലനാത്മകവുമാണ്. ഈ ചലനാത്മകമാകുന്ന ബുദ്ധിക്ക് അവബോധം, അധ്യവസായം എന്നീ രണ്ട് രൂപങ്ങളുണ്ട്. സർഗാരംഭത്തിൽ പ്രകൃതി രൂപമായിരിക്കുന്ന ഗുണത്രയങ്ങൾ സാമ്യാവസ്ഥയിൽ ആയിത്തീരുന്നു. പ്രകൃതിയുടെ നിയന്താവസ്ഥയായി പരമാത്മാവ് ഈഷണത്താൽ സൗമ്യാവസ്ഥയ്ക്ക് ശോഭമുണ്ടാക്കി തന്മൂലം സാമ്യാവസ്ഥയിലായിരിക്കുന്ന പ്രകൃതി വിഷമ V+സമ അവസ്ഥയിലായി. അപ്പോ സൃഷ്ടിയാരംഭം എന്ന് പറയുന്നു അതിനെ. ഈ അവസ്ഥയെ ആപ എന്ന് ഋഗ്വേദവും ശതപഥ ബ്രാഹ്മണവും പറയുന്നുണ്ട്. ഈ അവസ്ഥ ഒന്നുകൂടി പരിണമിച്ച് കാര്യരൂപം പ്രകടമായി എന്നും ആദ്യത്തെ പ്രകടത്തെ കാര്യരൂപമാണ് മഹത്തത്വം. ഈ മഹത്തത്വം തന്നെയാണ് ബുദ്ധി. ബുദ്ധിയാകട്ടെ വ്യാവഹാരിക തലത്തിൽ പ്രഥമ കാര്യവും ഈ കാര്യം തന്നെയാണ് ഗണപതിയുടെ ശിരസ്സെന്നും തത്വം. അപ്പൊ ബുദ്ധിയുടെ പരിണാമം അഹങ്കാരമാണെന്നും ഈ അഹങ്കാരത്തിൽ 11 ഇന്ദ്രിയങ്ങൾ ഉണ്ടാകുമെന്നും ഇന്ദ്രിയങ്ങൾ മനസ്സ് അർപ്പിക്കുന്ന വിഷയങ്ങളെ അഹങ്കാരത്തിനും അഹങ്കാരം ബുദ്ധിക്കും കൊടുക്കുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ സാരഥി ബുദ്ധിയാണ്. ബുദ്ധിന്തു സാരഥിയും വിദ്ധി എന്ന് പ്രമാണം ഇല്ലേ. ഇന്ദ്രിയങ്ങൾ ജീവാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ജീവന്റെ സാരഥിയാണ് ബുദ്ധി. അപ്പൊ സംസ്കാരത്തിന്റെ വെളിച്ചത്തിലാണ് ബുദ്ധി വസ്തുതാ നിർണയം ചെയ്യുന്നത്. കരണങ്ങൾ സ്വതന്ത്രങ്ങളല്ല, പരതന്ത്രങ്ങളാണ്. അപ്പൊ കരണത്തിൽ ബുദ്ധിയിൽ പ്രാധാന്യമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം ബുദ്ധിക്കാണ് കൊടുക്കുന്നത്. അപ്പൊ കർമ്മങ്ങൾ എല്ലാ കരണങ്ങൾക്കും സമാനമാണെങ്കിലും ലോകത്തിൽ ബുദ്ധിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു. ബുദ്ധി എന്ന് പറഞ്ഞാല് അഭിമാന വൃത്തിയെ പ്രാപിക്കുന്ന പറയുന്നത്. പിന്നീടാണ് അധ്യവസായത്തിലും ബുദ്ധിയുടെ ആത്മാവിന്റെയും മുമ്പ് അജ്ഞാതമായിരുന്നതിന്റെ അവധാരണം പ്രകടമാക്കുമ്പോൾ അതിനെ പ്രമ എന്ന് പറയുന്നുണ്ട്. അതായത് യാതൊന്നാണോ നമുക്ക് ഇതുവരെയും അറിയാൻ കഴിയാത്തത്, കാരണം അതിനെയാണ് നമ്മൾ പ്രമ എന്ന് പറയുന്നത്. ഇതിന്റെ ഉത്കൃഷ്ട സാധനം പ്രമാണം എന്നറിയപ്പെടുന്നു. പ്രമാണം 3 വിധമുണ്ട്. ഒന്ന് ഇന്ദ്രിയജ്ഞാനം, പ്രത്യക്ഷം, അനുമാനം എന്ന് പറയുന്ന ലിംഗജ്ഞാനം, ശബ്ദജ്ഞാനം. ഇങ്ങനെ ബാഹ്യ വിഷയങ്ങൾ ബുദ്ധിയിൽ ഉപസ്ഥിതമായിരിക്കുന്നു. ഈ സമയം ബുദ്ധി പരിണാമിയാണ്. എങ്കിലും ബാഹ്യ വിഷയങ്ങളിൽ ബുദ്ധിയിൽ ചെലുത്തുന്ന സ്വഭാവം ബുദ്ധിയുടെ വാസ്തവികത സ്ഥിതിയിൽ മാറ്റം വരുത്തുന്നില്ല. അതിനാൽ ഒന്നിനു പുറകെ മറ്റൊന്നായി വിവിധ വിഷയങ്ങളെ ഗ്രഹിക്കാൻ ബുദ്ധിക്ക് കഴിയുന്നുണ്ട്. ആത്മാവിന് വേണ്ടിയാണ് ബുദ്ധി വിഷയകാരകത്തെ പ്രാപിക്കുന്നത്. അങ്ങനെ ആത്മാവിനെ വിഷയപ്രതീതി തരുന്ന പ്രതീതിയെ ബോധം എന്ന് തന്ത്രശാസ്ത്രം വിലയിരുത്തുന്നു. ഈ ബോധമാണ് പ്രമ. ഈ പ്രമ തന്നെ ഇന്ദ്രിയ ദ്വാര ബുദ്ധി വിഷയാകാരമാകുന്നതിനെ ബുദ്ധിവൃത്തി എന്ന് പറയുന്നു. ബുദ്ധിയുടെ സാമ്യാവസ്ഥ സമാധി അവസ്ഥ എന്നും പറയുന്നു.
ബുദ്ധി തന്റെ സ്വസ്വരൂപ പ്രാപ്തി, അതാണ് ജീവാത്മ പരമാത്മ ഐക്യം സാധിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടിയെടുക്കുന്ന അവസ്ഥ. സമാധി, വചനം, ആദാനം, ഗ്രഹണം, ഗമനം, ആനന്ദം, ഹാനം, ഉപാദാനം, ഉപേക്ഷ എന്നിവയാണ് ബുദ്ധിയുടെ 6 അംഗങ്ങൾ. അങ്ങനെ ഇന്ദ്രിയവും മനസ്സും നൽകുന്ന വിവരങ്ങൾ എന്താണെന്ന് നിശ്ചയിക്കുന്നത് ബുദ്ധിയാണ്. മുന്നേയുള്ള അനുഭവങ്ങളുടെ മുദ്രകളാണ് സംസാരം. സംസ്കാരത്തിന്റെ വെളിച്ചത്തിലാണ് ബുദ്ധി വസ്തുതാ നിർണയം നടത്തുന്നത്. അപ്പൊ സ്മൃതിയാണ് മുമ്പേയുള്ള അനുഭവങ്ങളെ ബുദ്ധിയിൽ പ്രവേശിപ്പിക്കുന്നത്. സ്മൃതി എന്നാൽ അനുമാനം. സ്വതന്ത്രമായി ബുദ്ധി നടത്തും. ബുദ്ധി സകലവിധ സംസ്കാരങ്ങളുടെ ഇരിപ്പിടമാണ്. സ്മൃതിയുടെ അനുമാനവും വ്യക്തിയിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് മൂലാധാര ചക്രത്തിലെ ഗണപതിയുടെ സാധന കാലഘട്ടത്തിൽ പഴയ കാര്യങ്ങൾ ഈ ജന്മത്തിൽ നമ്മുടെ അറിവിൽപ്പെടാത്ത പല കാര്യങ്ങളും നമ്മുടെ ബുദ്ധിയിലേക്ക് തെളിഞ്ഞു വരുന്നത്. വളരെ രഹസ്യമായിട്ട് അറിയേണ്ടതും വളരെ രഹസ്യമായി താന്ത്രിക സൂക്ഷിക്കുന്ന തലമുറയാണ് ഇപ്പോൾ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രകൃതി തന്നെ ഒരു പരിണിതമായ ബുദ്ധി സ്വതവേ അചേതനമാണ്. ഉള്ളിൽ നിന്ന് വരുന്ന പുരുഷന്റെ പ്രകാശവും പുറമേ നിന്ന് വരുന്ന ബാഹ്യവസ്തുവിന്റെ പ്രതിബിംബവും കൂടിച്ചേരാനുള്ള അചേതന ഭൂമിക മാത്രമാണ് ബുദ്ധി. കപിലാചാര്യൻ ഇതിൽ സാഖ്യത്തിൽ പറയുന്നുണ്ട്, ബുദ്ധി സ്വതന്ത്രവും എന്നാൽ വിഭിന്നവും ചേതനാ പദാർത്ഥത്തിന് അഭിന്നവുമാണെങ്കിലും ജ്ഞാനോപാധി ബുദ്ധി തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവ്യാകൃതമായ അവസ്ഥയിൽ നിന്ന് വ്യാകൃതമായ ഭാവം പൂണ്ടുവരികയും വ്യാവഹാരികമായ തലത്തിൽ നാമരൂപങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഇതിന് കാരണം നിയതിയാണ്. ഈ സൃഷ്ടിയുടെ ആദിമ കാലഘട്ടങ്ങളിൽ തിരിച്ചറിവിന്റെ മുഖവും മുദ്രകളും ഒന്നും രൂപപ്പെടുന്നില്ല. പ്രകൃതിയാകട്ടെ നിറഞ്ഞു നിന്ന് അതിസൂക്ഷ്മമായ ഒരു മൂലദ്രവ്യത്തിൽ നിന്നും ഈ വ്യക്ത ജഗത്ത് ഉത്ഭവിച്ചു വന്നതാണ്. ഇവിടെ അഹം എന്ന അവസ്ഥയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് നാദവും നാമവും രൂപവും ഉടലെടുത്തു. ഇത് വിഭജിച്ചാണ് ഗുണത്രയങ്ങളാകുന്നത്, സത്വരജ തമോ ഗുണങ്ങൾ. ഇതിൽ സാത്വിക അഹങ്കാരത്തിൽ നിന്നും ഏക ദശേന്ദ്രിയ സൃഷ്ടി നടക്കുന്നു. അപ്പൊ രാജസ അഹങ്കാരത്തിൽ നിന്ന് 5 തന്മാത്ര ദ്രവ്യങ്ങളും അഹങ്കാരത്തിൽ നിന്ന് 5 ഇന്ദ്രിയങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. അപ്പൊ മനസ്സെന്ന 11ാമത് ഇന്ദ്രിയം അഹംബോധത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുകയാണ്. ഇവയുടെ സംയോജനത്താൽ സൂക്ഷ്മരൂപത്തിൽ നിന്നും സ്ഥൂലരൂപം പൂണ്ടുവരുന്ന അവസ്ഥയാണ് നമ്മള് സർഗം. ഇവിടെ പ്രപഞ്ച സൃഷ്ടി നടക്കുന്നു. ആ മൂലപ്രകൃതിക്ക് പഞ്ചീകരണ സ്വഭാവമാണുള്ളത്. ഈ പ്രകൃതിയെ അതിലുള്ള എല്ലാ ഭാവങ്ങളും കൂടി തിരിച്ചറിയുന്നതാണ് മുഖം. അതിനെയാണ് നമ്മൾ ബിന്ദു. ഒന്നുകൂടി പറഞ്ഞാൽ തിരിച്ചറിവിന്റെ പ്രഥമ ഘട്ടത്തെ സൂചിപ്പിക്കാനാണ് ഗണപതിയുടെ മുഖം ഗജത്തിൻ്റെതാക്കിയത്. ഗജം എന്നത് ജഗത്തിന്റെ വിപരീയ ശബ്ദമാണ്. മൂലപ്രകൃതിയുടെ അധിഷ്ഠാന രൂപമായിട്ടാണ് യജാസ്യത്തെയും ശിരസിനെയും നമ്മളിവിടെ കാണേണ്ടത്. അടുത്തതായി ഭഗവാന്റെ വക്രതുണ്ടം, അതായത് നീളമുള്ള കരം അല്ലെങ്കിൽ തുമ്പിക്കൈ. മുമ്പിലുള്ള സർവ്വവിധ ആപത്തുകളെയും മുൻകൂട്ടി കാണാൻ സാധിക്കുന്നു. മറ്റുള്ള ജീവികളിൽ നിന്ന് ആനയ്ക്ക് ആയുസ് കൂടുതലാണെന്ന് പറയാറുണ്ട്. പ്രാണവായു അധിക സമയം ശരീരത്തിൽ നിൽക്കുന്നു എന്നാണ് ഇതിന് കാരണം. എന്ന് യോഗസൂത്രകാരന്മാർ പറയുന്നുണ്ട്. ദീർഘമായ നാസികയിൽ കൂടി ശ്വാസം ഹൃദയത്തിൽ എത്തുന്നത് വരെ കുംഭകാവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രാണൻ കൂടുതൽ സമയം ശരീരത്തിൽ നിൽക്കുന്നു. കരം മുമ്പിലുള്ളത് കൊണ്ട് കരി എന്ന ആനയെ വിളിക്കാറുണ്ട് അല്ലെ. ഇടംപിരി എന്നും വലംപിരി എന്നും 2 വിധേന വക്രതുണ്ടം കാണാറുണ്ട്. ഇടംപിരി ആണെങ്കിൽ പാർവതിയോടും വലംപിരി ആണെങ്കിൽ ശിവനോടും ചേർന്നിരിക്കുന്ന ഗണപതിയാണെന്ന് തന്ത്രം പറയുന്നു. ഇത് ശക്തിയാത്മകം, മറ്റത് ശിവാത്മകം. ഈ 2 രീതിയെ കുറിക്കുന്നു. ഇനി ആനയുടെ കണ്ണുകൾ, നയനങ്ങൾ. ചെറിയ 2 കണ്ണുകളാണ് ഗണപതിക്ക് അല്ലെ. എന്നാ കാഴ്ച നന്നായിട്ടുണ്ട്. സൂക്ഷ്മദൃഷ്ടിയെ കുറിക്കാനാണ് ഈ കണ്ണുകൾ എന്താ പറയുക, ഈ 2 കണ്ണുകൾ ഉപയോഗിക്കുന്നത്. ഉദരം, വളരെ വലിയ ഉദരമാണ് ഗണപതിക്ക്. അതുകൊണ്ട് കുംഭോദരൻ എന്ന പേര്. വിശ്വത്തെ സൂചിപ്പിക്കുന്നതാണ് വലിയ ഉദരം. ദന്തം, ഗണപതി ഒറ്റക്കൊമ്പനാണ്. ദീർഘായുസിന്റെ ലക്ഷണമായിട്ട് കൊമ്പുകൾ ഇതിന്റെ ഊർജ്ജസ്വലതയും ശൗര്യത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ അഹന്തയുടെ പ്രതീകമായിട്ടാണ് കൊമ്പുകളെ തന്ത്രശാസ്ത്രം പറയുന്നത്. അഹന്തയെ അതിജീവിച്ചതിന്റെ പ്രതീകമായിട്ട് ഒടിഞ്ഞ കൊമ്പിനെ കാണുന്നു. ഈ ഒടിഞ്ഞ കൊമ്പ് കൊണ്ടാണ് മഹാഗണപതി മഹാഭാരതം രചിച്ചത്. അഹന്ത ഒഴിഞ്ഞ മനസ്സിന്റെ പ്രതീകമാണ് ദന്തം. ഇവിടെ ഒരു ജ്ഞാന സാധനോപകരണമാക്കി തീർക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇനി ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണ്? മോദകം. ആത്മീയ ആനന്ദത്തിന്റെ പ്രതീകമാണ് മോദകം. മോദം ദദാതി ഇതി മോദക എന്ന് നിരുക്തം പറയുന്നുണ്ട്. അടുത്തത് പാശമാണ്. ആശാപാശങ്ങളാകുന്ന രാഗാദികളെ സൂചിപ്പിക്കുന്നു. മൃഗാവസ്ഥയെ കാണിക്കാനും വിശേഷ ബുദ്ധിയുടെ പരിമിതിയെ സൂചിപ്പിക്കാനും കൂടി പാശം ഉപയോഗിക്കുന്നു. ഇന്ദ്രിയ ഗോചരമായ വ്യഷ്ടി ദൃശ്യങ്ങളിലെ കാഴ്ചകളിൽ ലയിച്ച് സമഷ്ടി സ്വരൂപമായിരിക്കുന്ന ആദിപര ചൈതന്യത്തെ അറിയാതെ പോകുന്ന പശു സ്വരൂപമാകുന്ന മൃഗാവസ്ഥയുടെ ബന്ധനത്തെ കാണിക്കാനാണ് പാശം എന്നുള്ള ആയുധം ഉപയോഗിക്കുന്നത്. ഇത് ശൈവ സിദ്ധാന്തങ്ങൾ പറയുന്നതാണ്. ഈ പാശം
കരഗ്രഹീതമാക്കിയതിലൂടെ മൃഗാവസ്ഥയുടെ ബന്ധനത്തെ കണക്കാക്കാം. രാഗാദികളെ തന്നിൽ തന്നെ നിയന്ത്രിക്കുമെന്ന് ചുരുക്കം. ദേവിയുടെ കയ്യിലും നമ്മൾ പാശത്തെ കാണാറുണ്ട് അല്ലേ? അങ്കുശം, മനസ്സിന്റെ നിയന്ത്രണം. നിയന്ത്രിച്ച മനസ്സ് ഞാനെന്ന സ്വസ്വരൂപത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് അങ്കുശം. മൂഷികൻ, മൂഷികസ്തേയ എന്ന് വാചസ്പതി പറയുന്നുണ്ട്. അന്നാദികളെ മോഷ്ടിച്ച് ഭുജിക്കുന്നവൻ എന്നർത്ഥം. ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ. ഭൂമിയുടെ ഗർഭപാത്രത്തിലാണ് എലിയുടെ ജനനം. മണ്ണ് ജഡവസ്തുവാണ്. ബോധസത്തയുടെ താഴ്ന്ന പ്രകടിത രൂപമാണ് എലി എന്ന് പറയുന്നത്. ശ്രദ്ധ, ഉൾവലിയൽ, വേഗത, ഭയം എന്നിവയെ പ്രതിനിധീകരിക്കുന്നതാണ്. കാരണം സർവ അന്തർയാമി, സർവ ജന്തു വാസനായിരിക്കുന്ന ഭഗവാനെ അറിയാതെ പോകുന്ന ഒരു തലമുണ്ട് എല്ലാ മനുഷ്യർക്കും ഇല്ലേ? അപ്പോ സർവ അന്തർയാമിയായിട്ട് സർവ്വജീവികളുടെയും ഹൃദയത്തിലിരുന്ന മൂഷികൻ അവ അനുഭവിക്കുന്ന ഭോഗങ്ങളെ അപഹരിച്ചുണ്ണുന്നു. ശുദ്ധരൂപമായിരിക്കുന്ന ഈ മൂഷികൻ ഭോഗവാസനകളെ ഭുജിക്കുന്നു. ഈ അവസ്ഥയെ നമുക്ക് ചോരൻ എന്ന് വിളിക്കാം. ഈ മൂഷികന്റെ പുറത്തിരുന്നാണ് സാക്ഷാൽ ഭഗവാൻ യാത്ര ചെയ്യുന്നത് ഇല്ലേ? ശക്തികൾ എന്ന് പറഞ്ഞാൽ ഭാര്യമാർ. ഗണപതിയുടെ ഭാര്യമാരായി പറയുന്നത് സിദ്ധിയും ബുദ്ധിയുമാണ് ഭാര്യമാർ. ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ സിദ്ധലക്ഷ്മിയാണ് ഭാര്യ. ബുദ്ധി എന്നത് വികസിത ബോധമണ്ഡലത്തിന്റെ പ്രതീകമാണ്. സിദ്ധി എന്നത് മോക്ഷമാണ്. ബുദ്ധി ശബ്ദത്തിന്റെ പ്രതീകവും സിദ്ധി രൂപത്തിന്റെ പ്രതീകവുമാണ് എന്ന് ഗണേശ കൽപ്പമഞ്ജരി പറയുന്നുണ്ട്. അങ്ങനെ ഗണേശ മന്ത്രതത്വം എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഗണേശ കൽപ്പനയിലെ നാദബ്രഹ്മമായിരിക്കുന്ന മന്ത്രം ഗം എന്നുള്ള ബീജമാണ്. നമ്മൾ പറയാറുണ്ട് ഓം ഗം ഗണപതയെ നമ. ഇതിന് പ്രകാശം, ജീവൻ, നാദം എന്നൊക്കെയാണ് അർത്ഥം. ഗമനശീലമുള്ളത്, ചലനം ശക്തിയാത്മകമായത് കൊണ്ട് ഗണപതിയും ശക്തി തത്വത്തിൽ ഉൾക്കൊള്ളുന്നു. ഗകാരം നാദബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികളെ ബാലാവിംശതിയുടെ വ്യാഖ്യാനത്തിലെ ഗകാരം എന്ന് പറഞ്ഞാല് സാരസ്വത പ്രാധാന്യമുള്ളതാണെന്ന് പറയുന്നു. ഔകാരം കൂട്ടിച്ചേർത്ത് ജപിക്കുമ്പോൾ ഗൗ എന്ന മന്ത്രാക്ഷരം. ഇതിന് അർത്ഥജ്ഞാനം ഇല്ലാതാക്കി വാക്സിദ്ധിക്കായി സാമർത്ഥ്യത്തെ നൽകുന്നു എന്ന അർത്ഥമുണ്ട്. പൃഥ്വിതത്വമായിരിക്കുന്ന ഗണപതിക്ക് ഗ്ലൗ എന്ന ബീജം പൂർണ്ണ മന്ത്രമായിട്ട് എടുക്കുന്നു. ഗണപതിയുടെ മൂലമന്ത്രത്തിലെ ക്ലീം ബീജം ബീജഗണപതിയുടെയും ഗ്ലൗം എന്നുള്ള ബീജം മഹാഗണപതിയും പ്രതിനിധീകരിക്കുന്നു. ഈ ഗണപതിക്ക് 13 മൈഥുന ദേവതകൾ സഹചാരികളായിട്ടുണ്ട്. സാധകന്റെ തലത്തിൽ നിന്നും ചിന്തിക്കുമ്പോൾ മനസ്സിൽ ഉളവാകുന്ന പ്രത്യേക ജ്ഞാനാനുഭൂതിയുടെ തലങ്ങളാണ് ഈ മിഥുന ദേവതകൾ എന്ന് പറയുന്നത്. ശ്രീപതിയാണ് ആദ്യത്തെ മിഥുന ദേവത. ഐശ്വര്യവാജിയാണ് ശ്രീ എന്നുള്ള ശബ്ദം. കാരണം മനസ്സെന്ന വിഷ്ണു തത്വത്തെ ആശ്രയിച്ചിരിക്കുന്നവൾ. ഇവിടെ ശിവതത്വത്തിൽ നിന്ന് ഉത്ഭൂതമായതും അകുളപത്മത്തിൽ അധിഷ്ഠാനം ചെയ്യുന്നതുമായ ബോധമണ്ഡലത്തിന്റെ ആകെ ശക്തിയാണ് ശ്രീ എന്ന പദം കൊണ്ട് വിവക്ഷിക്കുന്നത്. ശ്രീപതി എന്ന് പറഞ്ഞാൽ ഐശ്വര്യ ധാതുവിനെ രക്ഷിക്കുന്നവനെന്നാണ് അർത്ഥം. സ്ഥിതികാരകത്വമാണ് ശ്രീപതിക്ക്. സൂക്ഷ്മ ശരീരത്തിൽ വർത്തിക്കുന്ന രജോ ഗുണപ്രധാനവും മനസ്തത്വവും മറ്റും കാരകത്വങ്ങളായിരിക്കുന്നു. എല്ലാവരാലും ആശ്രയിക്കപ്പെടുന്ന പ്രകാശ സ്വരൂപിയായിരിക്കുന്ന ശ്രീ എന്ന അവസ്ഥയെ രക്ഷിക്കുന്ന അഹംബോധ മനസ്സായിട്ട് ഈ മിഥുന സങ്കല്പങ്ങളെ കാണണം. സാധനയുടെ ആരംഭ കാലഘട്ടത്തിൽ ലക്ഷ്യമില്ലാതെയുള്ള ഗതിയായിരിക്കും അനുഭവപ്പെടുക. ഈ അവസ്ഥയെ രക്ഷിക്കുന്നതിന് രജോ ഗുണ പ്രധാനം അർഹിക്കുന്ന ശ്രീപതിയാണ് രക്ഷിക്കുന്നത്. ഈ ദേവതകളെ വിനായക മണ്ഡലത്തിന്റെ പൂർവ്വദ്വാരത്തിന് പുറത്ത് ഭാഗത്ത് പൂജിക്കപ്പെടണം. അടുത്തത് ഗിരിജാപതി. ഗിരിയിൽ നിന്നും ജനിച്ചത് ഗിരിജ. ഗിരി എന്നാൽ പർവ്വതം എന്ന സാമാന്യ അർത്ഥം. രത്നസിദ്ധൌഷാദികൾ ഒളിച്ചു വെക്കുന്ന സ്ഥലം അല്ലെ? എല്ലാറ്റിനെയും വിഴുങ്ങിയത്, ഉയർന്ന തലത്തിൽ വിരാജിക്കുന്നത്, ബോധം എന്നൊക്കെ ഗിരിജയ്ക്ക് അർത്ഥമുണ്ട്. ഗിരിജ എന്നാൽ പാർവതിയുടെ വേറൊരു പേരാണ്. ശിവ എന്ന സങ്കല്പത്തിനാണ് ഇവിടെ പ്രാധാന്യം. ഗിരിജാപതി എന്ന് പറഞ്ഞാൽ മനസ്സ്. അന്തർയാമിയായിരിക്കുന്ന അഹംബോധത്തെ നിലനിർത്തുന്നത്, അതായത് അത്യുന്നതിയിലുള്ളതും എല്ലാറ്റിനെയും അറിയുന്നതുമായിരിക്കുന്ന അഹംബോധത്തെയും ഇത് നിലനിർത്തുന്ന മനസ്സിനെയും സാധകൻ തിരിച്ചറിയുന്ന അവസ്ഥ. മനസ്സിനെല്ലാം ഒളിപ്പിച്ചു വെക്കാൻ കഴിവുള്ളത് കൊണ്ട് ഗിരിജയ്ക്ക് തുല്യം മനസ്സെന്ന് പറയുന്നു. ഈ ദേവതകളെ വിനായക മണ്ഡലത്തിന്റെ ദക്ഷിണദ്വാരത്തിന് പുറത്തായി പൂജിക്കപ്പെടുന്നു. അടുത്തത് രതിപതി. രതി എന്നാൽ ഇച്ഛാശക്തിയെ സൃഷ്ടിക്കുന്ന മനസ്സിന്റെ വികാരമാണ്. ഈ അവസ്ഥയെ നിലനിർത്തുന്ന ഭാവമാണ് രതിപതി. ഒരു സാധകനിൽ ഇച്ഛാശക്തിയെ സൃഷ്ടിക്കാൻ വേണ്ട മനസ്സിന്റെ വികാരത്തെ അനുരാഗം എന്നൊരവസ്ഥയായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇതിന്റെ ആധിക്യ നിമിത്തം കപോത കൂചിത സദൃശ്യങ്ങളായിരിക്കുന്ന ശബ്ദ വിശേഷണം കണ്ഠത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇത് രാഗാത്മകമായിരിക്കുന്ന അന്തർനാദമാണ്. ഇതിന് മണിതം എന്ന പേര്. ഇത് തന്നെയാണ് ശബ്ദബ്രഹ്മമായിരിക്കുന്ന രതിപതി എന്ന മിഥുനാവസ്ഥ. ഈ ദേവതകളെ വിനായക മണ്ഡലത്തിന്റെ പശ്ചിമദ്വാരത്ത് പുറത്തു ഭാഗത്ത് പൂജിക്കപ്പെടുന്നു. അടുത്തത് മഹീപതി. മഹി എന്നാൽ മഹത്ത് എന്ന തത്വത്തെ സ്വാംശീകരിച്ചതെന്നർത്ഥം.
സമ്പൂർണമായ തൃപ്തി എന്ന വിശേഷണത്തെ അറിഞ്ഞത്. മഹീപതി എന്നാൽ ഈ തൃപ്തിയുടെ അധിപസ്ഥാനം വഹിക്കുന്ന തേജസ്സാണ്. മനസ്സിൽ ഇച്ഛാശക്തി ഉടലെടുത്താൽ ഒരു കർമ്മം സാധൂകരിച്ചു എന്നതിന് തേജസ്സിന് തോന്നുന്ന തൃപ്തിയുടെ അവസ്ഥയാണ് മഹീപതി. ഈ ദേവതകളെ വിനായക മണ്ഡലത്തിന്റെ ഉത്തരദ്വാരത്ത് പുറത്തു ആരാധിക്കപ്പെടുന്നു. അടുത്തത് മഹാലക്ഷ്മി, മഹാലക്ഷ്മീപതി. മഹാലക്ഷ്മി എന്നാൽ നമുക്കറിയാം മഹത്തായ ജ്ഞാനാർത്ഥം. ലക്ഷ്മി എന്ന വാക്കിന് അസ്ഥിരത എന്നും അർത്ഥകൽപ്പനയുണ്ട്. സ്ഥിരമായത് ആന്തരികാവൃത്തിയും അസ്ഥിരത എന്നത് ബാഹ്യാവൃത്തിയുമാണ്. മഹത്ത് എന്നാൽ ബൃഹത്ത് തന്നെയാണ്. അപ്പോൾ ബൃഹത്തായിരിക്കുന്ന ജ്ഞാനതലം തന്നെയാണ് മഹാലക്ഷ്മി. മഹാലക്ഷ്മി പതി എന്നാൽ ബൃഹത്താവുന്ന ജ്ഞാനത്തെ രക്ഷിച്ച് നിലനിർത്തുന്നത് എന്നർത്ഥം. ഈ ജ്ഞാനത്തിന് സ്ഥിതിത്വവും വ്യാപനശീലവും വേണം. ഇത് സൃഷ്ടിക്കുന്ന ബോധതലമാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ സാധകനിൽ സ്ഫുരിക്കുന്ന ജ്ഞാനത്തിന്റെ തലത്തെ ബൃഹത്താക്കി നിർത്തുന്ന ബോധതലത്തിന്റെ ഭാവപ്രകടനമാണ് ഈ മിഥുനാവസ്ഥ. വിനായക മണ്ഡലത്തിന്റെ ബിന്ദുസ്ഥാനത്ത് ഈ മിഥുന ദേവതകളെ പൂജിക്കപ്പെടുന്നു. അടുത്തത് ഋദ്ധി, ആമോദ. ഋദ്ധി എന്നാൽ വർദ്ധിക്കുന്നത് എന്നർത്ഥം. വർദ്ധിക്കുന്നത് ജ്ഞാനം. ആമോദം എന്നാൽ എന്താണ്? ആമോദം എന്നാൽ സന്തോഷം, അല്ലെ? ബലം വന്ന മനസ്സിന് സന്തോഷം എന്ന അവസ്ഥയെ ചെയ്യുന്നത്. അതായത് സാധകന്റെ മനസ്സിൽ സാധന ചെയ്യാൻ ബലം തരുന്ന ചോദന. ആ രീതിയിൽ ബലം വന്ന മനസ്സിൽ നിന്നും ഭാവവ്യത്യാസമില്ലാതെ എല്ലാറ്റിനെയും ഒരുപോലെ ആനന്ദിപ്പിക്കുന്ന ഒരു ബോധഭാവം. ഈ ദേവതകളെ വിനായക മണ്ഡലത്തിന്റെ ഷഡശ്രത്തിൽ കിഴക്കായി പൂജിക്കുന്നു. സമൃദ്ധി, പ്രമോദ. വഴി പോലെയുള്ള ഋദ്ധിയാണ് സമൃദ്ധി. സമ, ഋതു, വൃദ്ധവും. എല്ലാറ്റിനും ഒരുപോലെ മനസ്സുറപ്പിക്കാൻ പറ്റുന്ന മനസ്സിന്റെ അവസ്ഥയാണിത്. പ്രമോദം എന്നാൽ സാധകനിലും ദേവനിലും അധികരിക്കുന്ന സന്തോഷമുളവാക്കുന്ന അവസ്ഥയാണ്. ഉറച്ച ഒരു മനസ്സിൽ മാത്രമേ ആനന്ദ അതിരേകം എന്നുള്ള തലം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോ വിനായക മണ്ഡലത്തിന്റെ ഷഡശ്രത്തിലെ അഗ്നികോണിലാണ് ഈ ദേവതമാർ പൂജിക്കപ്പെടുന്നത്. കാന്തി, സുമുഖൻ. കാമോന്മേഷം നിമിത്തം പുഷ്ടിക്കപ്പെടുന്ന മനസ്സിന്റെ അതിയായ ശോഭയാണ് കാന്തി. ഇച്ഛിക്കപ്പെടുന്ന ശോഭനമായ അവസ്ഥയാണ് കാന്തി എന്ന് പറയുന്നത്. സുമുഖൻ എന്നാൽ ആനന്ദഭാവമുള്ള മുഖത്തോടു കൂടിയവൻ. ഇവിടെ മുഖം എന്നത് സമ്യക് ദൃഷ്ടിയുടെ പ്രാരംഭ ഘട്ടമാണ്. മുഖം വശ്യതയുടെ പ്രതീകമാണ്, അല്ലെ? ഈ മനോഹാരിതയിൽ അധിഷ്ഠിതമായിരിക്കുന്നത് അതീവ ശോഭയോടുകൂടിയ ദർശനത്തെ സാധകനെ കൊണ്ട് വശീകരിപ്പിക്കുന്ന മനസ്സിന്റെ ഭാവമാണിത്. ഈ ദേവതമാരെ വിനായക മണ്ഡലത്തിന്റെ ഷഡ്വശ്രത്തിൽ നിര്യതി കോണിൽ ആരാധിക്കപ്പെടണം. കാരണം ഈ ദേവതമാരെ കുറിച്ച് പറയുന്നത് ആ ഗണപതി ആരാധനയിൽ ഇവര് വളരെയധികം സഹായിക്കുന്നവരാണ്. അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മദനാവതി, ദുർമുഖൻ. മതം എന്ന വികാരത്തെ ചെയ്യുന്നവൾ. ലക്ഷ്യത്തോടുള്ള അനുരാഗം ഒരു വ്യക്തിയിൽ ജനിച്ചാൽ ഒരു നിമിത്തമുള്ള ഒരു ഗർവുണ്ടാകും, അല്ലെ? ആ തരത്തിലുള്ള ഗർവിനെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. നിന്ദിതമായ മുഖത്തോടു കൂടിയവൻ ദുർമുഖൻ. ഇവിടെ നിന്ദിതം എന്നത് ഭാവങ്ങളുടെ പ്രത്യേകതയാണ്. ഇത് തന്നെ വിരോധം, വിരൂപത്വ ഭാവമാണ് വിരോധം. ഈ ദേവതകള് വിനായക മണ്ഡലത്തിന്റെ ഷഡ്വശ്രത്തിലെ പശ്ചിമ ഭാഗത്ത് ആരാധിക്കപ്പെടുന്നു. അടുത്തത് മതദ്രവ, അവിഘ്നൻ. മതം എന്ന വികാരത്തിൽ മനസ്സിൽ അലിയുന്ന ഭാവം, പൂർണ്ണമത എന്ന അവസ്ഥയിൽ ലയിച്ചു ചേരുന്ന ഭാവം. ലൗകിക വിഷയങ്ങളിൽ ആദ്യമാദ്യം തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയും പിന്നീട് തടസ്സങ്ങൾ മാറ്റി ലൗകിക സുഖങ്ങളെ വേറൊരു കാഴ്ചപ്പാടിൽ വ്യക്തിക്ക് കരഗതമാക്കി തീരുകയും ചെയ്യുന്ന ആളത്രേ അവിഘ്നൻ. ഈ ദേവതകളെ വിനായക മണ്ഡലത്തിന്റെ ഷഡശ്രത്തിലെ വായുഗുണിൽ പൂജിക്കപ്പെടുന്നു. ദ്രാവിണി, വിഘ്നകർത്താവ്. സാധകനിൽ സഞ്ചിതങ്ങളായിരിക്കുന്ന പാപകലകളെ ദ്രവിപ്പിച്ച സാധകന് വഴിയൊരുക്കുന്ന ഒരു അവസ്ഥയാണ് ദ്രാവിണി. അന്തർയാമിയായ സാധനയ്ക്ക് തടസ്സം നിൽക്കുന്ന ഭാവമാണിത്. ഇതിനെ ലൗകികതയ്ക്ക് തടസ്സം നിൽക്കുന്നില്ല. ഈ ദേവതകൾ വിനായക മണ്ഡലത്തിന്റെ ഷഡശ്രത്തിലെ ഈശാനകോണിന്റെ ഭാഗത്തിൽ പൂജിക്കപ്പെടുന്നു. അടുത്തത് വസുധര, ശംഖനിധി എന്നുള്ളതാണ്. വസു എന്നാൽ ഗണങ്ങൾ വസിക്കുന്നത് എന്നർത്ഥം. എല്ലായിടവും വസിക്കുന്നതെന്ന് മറ്റൊരർത്ഥമുണ്ട്. ഇത് രശ്മികളാണ്. രശ്മികൾ ജ്ഞാനവും പ്രകാശകിരണങ്ങളെ ധരിക്കുന്നത് കൊണ്ട് വസുധര. ദുഃഖമെന്ന തലത്തെ ഇല്ലാതാക്കി സാധകനെ രക്ഷിക്കേണ്ട ചുമതല വഹിക്കുന്ന മാനസികാവസ്ഥ ഏതോ അത് ശംഖനിധി. അപ്പൊ സാധനാകാലത്ത് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന ദുഃഖത്തെ ഇല്ലാതാക്കി വ്യക്തിയെ ജ്ഞാനമാകുന്ന പ്രകാശ കിരണങ്ങളിലോട്ട് രക്ഷിക്കുന്ന തലം. ഈ ദേവതമാരെ വിനായക മണ്ഡലത്തിന്റെ ഷഡശ്രത്തിന്റെ വെളിയിൽ ദക്ഷിണഭാഗത്ത് ആരാധിക്കുന്നു. അടുത്തത് വസുമതി, പത്മനിധി. ധനം എന്ന ആനന്ദത്തെ തരുന്നത്. ഇവിടെ ധനം ജ്ഞാനമാണ്. പത്മനിധി എന്നാൽ ജ്ഞാനം എന്ന ഐശ്വര്യ സമ്പത്ത് ലഭിച്ച സാധകനെ രക്ഷിക്കുന്ന അനന്താവബോധം എന്ന അമൂല്യ നിധിയാണിത്. ഇത് തന്നെയാണ് യോഗാവസ്ഥയിലും ശ്രീവിദ്യാ സമ്പ്രദായത്തിലും പറയുന്ന അത്യുന്നതമായിരിക്കുന്ന ശാംഭവി തലം. വിനായക മണ്ഡലത്തിൽ ഷഡശ്രത്തിന് വെളിയിൽ ഉത്തരഭാഗത്ത് ഈ ദേവതകളെ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി പൂജിക്കപ്പെടുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ മനുഷ്യ ശരീരത്തിലെ മൂലാധാര ചക്രത്തിലാണ്
നമ്മൾ ഗണപതി സാധന അനുഷ്ഠിക്കുന്നത്. മൂലാധാരം എന്നാൽ എല്ലാത്തിന്റെയും അന്തസത്തെ ഉൾക്കൊള്ളുന്നതും സൃഷ്ടിയുടെ ഉത്ഭവ സ്ഥാനവും ശക്തിയുടെ ഇരിപ്പിടവുമാകുന്ന സ്ഥാനം എന്നർത്ഥം. മൂലം എന്നാൽ വേര്, അല്ലെ? അങ്ങനെ നമുക്ക് മറ്റൊരു അർത്ഥം എടുക്കാം. ആധാരം എന്നാൽ ശക്തി എന്ന അവസ്ഥയെ ഉൾക്കൊള്ളുന്നത്, കെട്ടി നിർത്തിയത്, ഇങ്ങനെയൊക്കെ നമുക്ക് അർത്ഥമെടുക്കാം. ഒരു മനുഷ്യ ശരീരത്തിൽ 2 മൂലാധാരങ്ങൾ ഉണ്ടെന്ന് യോഗശാസ്ത്രം പറയുന്നു. അധാധാരം, ഊർധ്വാധാരം എന്നിങ്ങനെ 2. അധാധാരം എന്നത് സംഹാരോന്മുഖമായതും ഭൂതലിംഗ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതും, ഊർധ്വാധാരം എന്നത് സൃഷ്ടിയോന്മുഖമായിട്ടും അന്തത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ സഹസ്രാര പത്മവുമാണ്. അപ്പൊ ഊർധ്വമൂലം അധശാഖം എന്ന ഗീതാവാക്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളും. ഇവിടെ മഹാഗണപതി ചൈതന്യം ബുധലിംഗ മധ്യത്തിലുള്ള മൂലാധാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ മനുഷ്യ ശരീരത്തിന് സൂക്ഷ്മ സ്ഥൂലം എന്നിങ്ങനെ 3 തലങ്ങളുണ്ട്. ഇതിൽ സൂക്ഷ്മ ശരീരത്തിലാണ് ആധാരചക്രങ്ങൾ വർത്തിക്കുന്നത്. സുഷുമ്നാ നാഡിയിലുള്ള മർമ്മപ്രധാനമായതും ബോധ കേന്ദ്രീകൃതവുമായിരിക്കുന്ന ശൂന്യാകാശ സ്ഥലങ്ങളിലാണ് ഓരോ ആധാരചക്രങ്ങളും വർത്തിക്കുന്നത്. നട്ടെല്ലിന്റെ ഏറ്റവും താഴെ സുഷുമ്നയുടെ മുഖത്തിൽ സ്പർശിച്ചു കിടക്കുന്നതും ലിംഗമൂലത്തിന്റെ താഴെയായും വിസർജന ഇന്ദ്രിയത്തിന്റെ മുകളിലായും മൂലാധാര ചക്രം സ്ഥിതി ചെയ്യുന്നു. പൃഥ്വിതത്വം തജ്ജന്യമായിരിക്കുന്ന ലം ബീജം ശൃംഗാരരസവും നിവർത്തികലയും പീതവർണവും ഗന്ധധർമ്മവും സൃഷ്ടിയാകുന്ന പഞ്ചകൃത്യവും നാസികയാകുന്ന ഇന്ദ്രിയ തത്വവും സദാ ഒരു ഭ്രമരീ നാദവും, അതായത് വണ്ടിന്റെ മുരൾച്ച, പ്രാണവായു കേന്ദ്രീകൃതമായിട്ടുള്ളതും ക്ലീം എന്ന കുണ്ടലിനി നാദം സദാ കേൾക്കുന്നതും ചിച്ഛക്തിയായിട്ടുമായ മൂലാധാര ചക്രമാണ് സാധകൻ അനുഭവിച്ച് അറിയേണ്ടത്. മൂലാധാര ചക്രത്തിന് ഇനിയും വിശേഷണങ്ങളുണ്ട്. ത്വക്താതുവിൽ വർത്തിക്കുകയും കുജഗ്രഹ സംബന്ധിയായും അഹങ്കാരമായിരിക്കുന്ന ബോധതത്വത്തോടുകൂടിയും ഭൂലോക സംബന്ധിയായും ഐരാവതമാകുന്ന ധാരാ ബീജവാഹനത്തോടു കൂടിയുള്ള മൂലാധാര ചക്രമാണ് പ്രഥമ ആധാരം. ഇതിന് ഏറ്റവും പുറമെ ചുവന്ന നിറമുള്ള 4 ദളങ്ങളുണ്ട്. വം, ശം, ഷം, സം. ഈ 4 ബീജങ്ങളാണ് ഈ ദളങ്ങളിൽ സ്പന്ദിക്കുന്നത്. വസ എന്ന ചുരുക്കപ്പേരാണ് ഇതിനെ വിളിക്കുന്നത്. സകല ഗുണങ്ങളും ഇതിൽ വസിക്കുന്നതിനാൽ വസ. ഈ ചതുർദളത്തിൽ വരദ, ശ്രീ, ഷണ്ഡ, സരസ്വതി എന്നീ 4 അതിദേവതമാരാണ് വസിക്കുന്നത്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്ത് എന്ന 4 അന്ധക്കരണങ്ങളുടെ പ്രതീകമാണ് 4 ദളങ്ങൾ. വം എന്ന് പറഞ്ഞാൽ മനസ്സ്, ജാഗ്രത, അവബോധം, അറിവ്, വീരാനന്ദം, വരദ. ശം എന്നാൽ ബുദ്ധി, സ്വപ്നം, ഉപബോധം, അവിദ്യ, യോഗാനന്ദം, ശ്രീ. ഷം എന്നാൽ അഹങ്കാരം, സുഷുപ്തി, അബോധം, അജ്ഞാനം, സഹജാനന്ദം, ഷണ്ഡ. സം എന്നാൽ ചിത്തം, തുരീയം, ബോധം, ജ്ഞാനം, പരമാനന്ദം, സരസ്വതി. ഇങ്ങനെ അന്ധകരണങ്ങളുടെ ക്രമങ്ങളെ യോഗശാസ്ത്രം പറയുന്നു 4. 4 എന്ന സംഖ്യ എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ അന്ധകരണങ്ങളുടെ പ്രതീകങ്ങളാണ്. ശ്രീവിദ്യാ സാധന പാരമ്പര്യത്തിലെ ഗൗഡപാദ സമ്പ്രദായത്തിൽ മഹാഗണപതിയെ ചതുർഗുണി ഭാവത്തിലാണ് ആരാധിക്കുന്നത്. കാമേശ്വരന്മാര് തന്നെയാണ് മഹാഗണപതിയും സിദ്ധലക്ഷ്മിയുമായിട്ട് അവതരിച്ചു എന്ന് ഗൗഡപാദാചാര്യർ പറയുന്നുണ്ട്. ശ്രീ മഹാത്രിപുര സുന്ദരി ചതുർഗുണിയായിട്ട് അവതരിച്ചതാണ് മഹാഗണപതി സങ്കല്പം എന്ന് പറയുന്നുണ്ട്. അന്ധകരണങ്ങളാണ് മഹാഗണപതിയുടെ സൂക്ഷ്മ രൂപം എന്ന് പറയുന്നത്. ഇതിനെ ചതുർഗുണി ഭാവങ്ങൾ എന്ന് പറയുന്നു. കാരണം സുഖ, ദുഃഖ, മോഹം മാത്രമായിരിക്കുന്ന പ്രകൃതിയും നിശ്ചയാത്മികമായിരിക്കുന്ന ബുദ്ധിയും സങ്കല്പാത്മകമായിരിക്കുന്ന മനസ്സും അഭിമാനാത്മകമായിരിക്കുന്ന അഹങ്കാരവും ചേർന്നതാണ് അന്ധകരണം. ഈ അന്ധകരണമാണ് സകല വ്യഷ്ടിയുടെയും കാരണം. ശിവൻ തുടങ്ങി ശുദ്ധവിദ്യ വരെയുള്ള തത്വങ്ങളാണ് ശുദ്ധ സംസർഗം. ശേഷം പരമമായതിന്റെ സ്വാതന്ത്ര്യ ശക്തിയായ മായയുടെയും പഞ്ചകഞ്ചുകങ്ങളുടെയും സ്വാധീനത്താൽ ശിവൻ പുരുഷനായും ശക്തി പ്രകൃതിയായും തീരുന്നു. ഈ ശിവശക്തി സംയോഗത്താലാണ് അന്ധകരണം സംജാതമാകുന്നത്. അന്ധകരണങ്ങളിൽ മനനം, അഭിമാനം, നിശ്ചയം എന്നീ 3 വൃത്തികളുണ്ട്. ഈ അന്ധകരണം സ്വതവേ ശുദ്ധ സത്വപ്രധാനമായതുകൊണ്ട് സകല ചൈതന്യങ്ങളും ഇതിൽ പ്രതിബിംബിക്കുന്നു. മനനം പലതായി ഉരുത്തിരിഞ്ഞ് ചിന്തയോടുകൂടി അഭിമാന വൃത്തിയിലേക്ക് ചേരുന്നു. ഈ അഭിമാന വൃത്തി 2 തരത്തിൽ അഹംബോധത്തിൽ പ്രതിഫലിക്കുന്നു. കർത്തൃത്വാഭിമാനമായിട്ടും മമതാഭിമാനമായും. ഞാൻ കർത്താവാണെന്നുള്ള അഭിമാനമുള്ളവന് മാത്രമേ എന്റേതെന്ന അഭിമാനം ഉണ്ടാവുകയുള്ളൂ. കർത്തൃത്വാഭിമാനം നശിച്ചാൽ മമതാഭിമാനവും നശിക്കും. എന്നാൽ തന്നിൽ ആരോപിച്ച കർത്തൃത്വാഭിമാനം ആത്മതത്വത്തെ അറിയാതെ നശിക്കുകയില്ല. തത്വമറിയുന്ന വ്യക്തിക്ക് മനസ്സിന്റെ നൈർമല്യം ബ്രഹ്മജ്ഞാനമായിട്ട് ആവശ്യമാണ്. അതിനാൽ തന്നെ എന്റേതേ എന്നുള്ള അഭിമാനം നശിച്ച് നിർമ്മലമായ മനസ്സിൽ മുൻ പറഞ്ഞ വിധം ജ്ഞാനവും ഉണ്ടാക്കി കർത്തൃത്വാഭിമാനം ഇല്ലാതെ ആക്കുകയാണ് വേണ്ടത്. പ്രപത്തി യോഗേന തന്നോടുകൂടിയ സകലതും ഈശ്വരനിൽ സമർപ്പിച്ച് ധന്യമായ മനോമണ്ഡലം അന്തർയാമിയുടെ ധർമ്മബുദ്ധിക്കനുസരണമായ പ്രേരണയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇവിടെ കാരകത്വം അന്തർയാമിക്കും കർത്തൃത്വം ഞാൻ എന്ന ബോധത്തിലും കാണുന്നു.
അഥവാ അനുഭവിക്കുന്നു. ഈ അഭിമാനവൃത്തി നൈർമല്യമായ മനസ്സായി നിശ്ചയത്തിലേക്ക് ചേരുന്നു. ഈ നിശ്ചയം എന്ന മൂന്നാം വൃത്തി ബുദ്ധിയെ ഉറപ്പിക്കുന്നു. അങ്ങനെ ഉറപ്പിക്കപ്പെടേണ്ട ബോധതലമാണ് ഇവിടെ നിശ്ചയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോ മനസ്സ് എന്ന് പറയുന്ന ജീവാത്മാവിന്റെ ഇഷ്ടാനുസരണം പ്രവർത്തിക്കാൻ ഉള്ളിൽ തന്നെ ഒരു സൂക്ഷ്മ ശരീര ഉപകരണമാണ് മനസ്സ്. മന്വതോ മനോഭവതി, ആത്മാവിന്റെ ആഗ്രഹം മനസ്സായി ഭവിച്ചു എന്ന് ശതപഥ ബ്രാഹ്മണം പറയുന്നുണ്ട്. മനോന്മത ഉച്യതേ, ചിന്തിക്കുന്നത് കൊണ്ട് മനസ്സ്. പാശ്ചാത്യ മനഃശാസ്ത്രം മസ്തിഷ്കത്തിലെ രാസപ്രവർത്തനങ്ങളിൽ സംജാതമാകുന്ന താൽക്കാലിക പ്രതിഭാസമാണ് മനസ്സെന്ന് പറയുന്നു. എന്നാൽ ഭാരതീയ മനഃശാസ്ത്ര പ്രകാരം ആത്മാവിന്റെ പ്രവർത്തന മേഖലയാണ് മനസ്സ്. സാധനയിലൂടെ മനസ്സില്ലാതാകുകയല്ല ചെയ്യുന്നത്, മനസ്സിന്റെ ചഞ്ചലത ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിന്റെ ചഞ്ചലത ഇല്ലാതാക്കിയാൽ മാത്രമേ ബോധം മനസ്സിൽ ഉറക്കുകയുള്ളൂ. യോഗശാസ്ത്ര പ്രകാരം മനസ്സിന്റെ പ്രകടിത രൂപം ശ്വാസമാണ്. അതിന്റെ നിയന്ത്രണം വഴി മനോനിയന്ത്രണം സാധ്യമാകും. യോഗസൂത്രത്തിൽ മനസ്സിന്റെ 5 ഭൂമികള് ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം, ഏകാഗ്രം, നിരുദ്ധം, ഇങ്ങനെയാണ്. അപ്പൊ ജാഗ്രാതി 3 അവസ്ഥകളിലും മനസ്സ് പ്രവർത്തനരഹിതമായിരിക്കും. അവബോധമാണ് മനസ്സിനുള്ളത്. അവബോധം എന്നാൽ സദാ ഉണർന്നിരിക്കാനുള്ള പരമാത്മാവിന്റെ അവസ്ഥ. ഇവിടെ അറിവ് സദാ ഉണരുന്നു. വീരത്വമാകുന്ന ആനന്ദം മനസ്സിൽ അടങ്ങിയിരിക്കുന്നു. പ്രതാപം, കഠിനപ്രയത്നം, ധൈര്യം ഇവയൊക്കെയാണ് വീരത്വം എന്നുള്ള പദത്തിന്റെ അർത്ഥം. ഇവിടെ രതി എന്ന അവസ്ഥയുടെ വിശേഷത്തെ സൂചിപ്പിക്കാനായി വീര എന്ന പദം പ്രയോഗിക്കുന്നു. വീരത്വം എന്നാൽ അത്യാനന്ദം അല്ലെങ്കിൽ രഹസ്യാനന്ദം എന്നാണ് ശരിക്കും അഘോര വിദ്യക്കാർ പറയുന്നത്. ഈ വീരാനന്ദത്തെ തന്നെയാണ് മനസ്സ് വരദ എന്ന ദേവതയിൽ ചൈതന്യവത്തായി കാണുന്നത്. സദാ അഭയ വരദ മുദ്രകളോടുകൂടി സുസ്മേരവദനായി അതിസുന്ദരിയായി വരദ എന്ന ദേവതയെ ഗാണപത്യ തന്ത്രങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. മനസ്സിന്റെ ജ്ഞാനമാകുന്ന പ്രകാശത്തിന്റെയും അതിന്റെ സംരക്ഷണത്തിന്റെയും പ്രതീകമാണ് വരദ. അപ്പോ എന്താ പറയാ, അഹംബോധത്തിന്റെ 7 അവസ്ഥകളുണ്ട്. ബുദ്ധി, ദ്വാപര, നിർണയ, നിശ്ചയ, മിഥ്യദൃഷ്ടി, അഹങ്കാരം, ചിത്തം. അപ്പോൾ ഷഡ്ചക്ര നിരൂപണ ഗ്രന്ഥത്തിൽ അന്ധകരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം സങ്കല്പമുള്ള സമയത്തും സംശയമുള്ള സമയത്തും അന്ധകരണം മനസ്സ് എന്നറിയപ്പെടുന്നു. ഉറച്ച തീരുമാനമെടുക്കുന്ന കാലത്ത് അന്ധകരണം ബുദ്ധി എന്നറിയപ്പെടുന്നു. ഞാൻ എന്റേത് എന്ന ഭാവങ്ങൾ സംജാതമാകുമ്പോൾ അന്ധകരണം അഹങ്കാരം എന്ന് പറയുന്നു. സ്മൃതി അഥവാ വാസന ഉടനുമ്പോൾ അന്ധകരണം ചിത്തം എന്നറിയപ്പെടുന്നു. ഇപ്പൊ മൂലാധാര ചക്രത്തിലെ ഈ 4 ദളങ്ങളെ 4 വേദങ്ങളുടെ പ്രതീകമായിട്ട് പറയാറുണ്ട്. ഈ 4 ദളങ്ങൾക്കും തങ്ക നിറവുമുണ്ട്. ആദ്യം ചുവപ്പായി അനുഭവപ്പെടുന്ന നിറം പിന്നെ തങ്ക നിറമായി തീരുകയും ഈ 4 ദളങ്ങളിലുള്ള താമരയുടെ മധ്യത്തിലായി ചതുരാകൃതിയിൽ ഒരു മണ്ഡലമുണ്ട്. ഇത് മിന്നൽ കൊടിയുടെ നിറവും അതേപോലെ നേർമയുമുള്ള ഒരു പ്രകാശമാനമായിട്ടും ഇതിനെ പറയുന്നു. ഇതിനെ ചുറ്റി 8 ദിക്കുകളിലേക്കും 8 ശൂലം പോലെ ആകൃതിയിൽ മിന്നൽ കൊടികൾ പോലെ നിൽക്കുന്നു. ഇതിന്റെ മധ്യത്തില് ലം എന്നുള്ള ഭൂമി ബീജവും ഭൂമി തത്വവും സ്ഥിതി ചെയ്യുന്നു. ഈ മണ്ഡലത്തെ സമുദ്ഭാസി എന്ന് പറയപ്പെടുന്നു. ഭൂമി ബീജത്തിന്റെ നിറവും പീതവർണവുമാണ്. ഇതിൽ ധാരാബീജം എന്ന ഭൃതി തത്വത്തിൽ ഇന്ദ്രബീജത്തോട് സാമ്യമുള്ളതുകൊണ്ട് ഐന്ദ്രം എന്ന് വിളിക്കുന്നു. ഇതിന് 4 കരങ്ങളുണ്ട്. ഇത് ഐരാവതത്തിന് മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ധാരാബീജ ബിന്ദുവിങ്കൽ ചുവന്ന നിറത്തോടും ദണ്ഡം, കമണ്ഡലു, രുദ്രാക്ഷം, അഭയം എന്നീ ആയുധങ്ങൾ ധരിച്ച് 4 മുഖത്തോടും കൂടിയിരിക്കുന്ന ശിശുരൂപിയായ ബ്രഹ്മാവ് സ്ഥിതി ചെയ്യുന്നു. ഈ ബ്രഹ്മാവസ്ഥയുടെ കർണികാ മധ്യത്തിൽ ചുവന്ന നിറത്തിലുള്ള ഒരു താമരയുണ്ട്. ആ താമരയുടെ മധ്യത്തിൽ സാഗിനി എന്ന യോഗിനി ശക്തി വിരാജിക്കുന്നു. 5 മുഖങ്ങളോടുകൂടിയും 3 കണ്ണുകളോടുകൂടിയതും അസ്ഥിയിൽ സ്ഥിതി ചെയ്യുന്നതുമായ 4 കരത്തിൽ താമര, പുസ്തകം, ജ്ഞാനമുദ്ര, തോട്ടി ഇവ ധരിച്ചിരിക്കുന്നതും മുഗ്ധാനം ഇഷ്ടപ്പെടുന്ന മധുപാന ഉന്മത്തിയായിട്ടും ധൂമ്ര വർണ്ണത്തോടുകൂടി സാഗിനി എന്ന യോഗിനി ശക്തി മൂലാധാരത്തിൽ സർവ്വസ്വതന്ത്രയായിട്ട് വിരാജിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മൂലാധാരാദി സഹസ്രാര പര്യന്തമുള്ള ആധാര ചക്രങ്ങളിൽ യോഗിനിമാർക്ക് മാറ്റമുണ്ട്. യോഗശാസ്ത്രത്തിൽ മൂലാധാരത്തിൽ ഡാഗിനി എന്ന യോഗിനിയാണ്, ശ്രീവിദ്യാ പരമ്പരയിൽ സാഗിനി എന്ന യോഗിനിയാണ് അവതരിപ്പിക്കുന്നത്. ഈ യോഗിനിയുടെ ബോധമണ്ഡലം അധോമുഖമായിട്ടൊരു ത്രികോണമുണ്ട്. വജ്രനാടിയുടെ മുഖത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ചൈതന്യ വിശേഷമാണ് ഈ ത്രികോണം. ഈ ത്രികോണത്തെ ത്രൈപുരം, കാമരൂപം എന്നൊക്കെ പറയപ്പെടുന്നു. ഈ ത്രികോണത്തിലാണ് കന്ദർപ്പൻ എന്ന പേരായ അപാനവായു പ്രവർത്തിക്കുന്നത്. വാമ, ജ്യേഷ്ഠ, രൗദ്രി എന്ന ധാരണാബോധമാണ് ത്രികോണത്തിലെ മൂലകൾ. ഈ ത്രികോണത്തിന്റെ മധ്യത്തിലായി സ്വയംഭൂ ലിംഗമുണ്ട്. ത്രികോണ മധ്യത്തിൽ ലിംഗരൂപിയായിരിക്കുന്ന സ്വയംഭൂ തീയിൽ കാച്ചിയെടുത്ത സ്വർണ്ണപ്രഭയോടുകൂടി അധോമുഖമായി സ്ഥിതി ചെയ്യുന്നു. ജ്ഞാനം കൊണ്ടും ധ്യാനം കൊണ്ടും മാത്രമേ ഇതിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. പുതിയ തളിരില പോലെയും പൂർണ്ണ ചന്ദ്രപ്രഭയോടുകൂടി സ്നിഗ്ധമായും നീലവർണ്ണമായും കാശിവാസ സുഖത്തോടുകൂടിയും നദിയിലെ ചുഴിയിലെ ആകൃതിയോടുകൂടിയുമായി എല്ലാം ലയിക്കുന്ന മഹാശൂന്യബോധം എന്ന അവസ്ഥയോടുകൂടിയും സ്വയംഭൂലിംഗം വിരാജിക്കുന്നു. ഈ സ്വയംഭൂലിംഗത്തിൽ 3.5 ചുറ്റായി സർപ്പാകൃതിയിൽ
ഊർധ്വഗമനത്തിന് തയ്യാറാകുന്ന ഭാവത്തോടുകൂടി കുണ്ടലിനി ശക്തി സ്ഥിതി ചെയ്യുന്നു. കുണ്ടത്തിൽ ലീനമായത് കുണ്ടലിനി. കുണ്ടം എന്നാൽ മഹാശൂന്യബോധം എന്ന തലമാണ്. ഈ കുണ്ടലിനി ശക്തിയുടെ ശാരദ എന്ന ഗ്രന്ഥത്തിൽ ഈ കുണ്ടലിനി ശക്തിയുടെ ധ്യാനത്തെ ശാരദ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. സ്വയംഭൂലിംഗത്തിൽ ചുറ്റിക്കിടക്കുന്നവളും ശ്യാമവർണ്ണയും സൂക്ഷ്മരൂപത്തിലുള്ളവളും സൃഷ്ടിത്തിൽ ലയാത്മികയും വിശ്വാതീതയും ജ്ഞാനരൂപമായിട്ട് ഊർധ്വവാഹിനിയുമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ധ്യാനിക്കണമെന്ന് പറയുന്നു. ഈ ശക്തിയെങ്കിലാണ് ശിവബോധമായിരിക്കുന്ന പരാശക്തി കുടികൊള്ളുന്നത്. ഇത് നാദരൂപമാണ്. ഈ കുണ്ടലിനി ശക്തിയെ ചിത്കല എന്ന് ചന്ദ്രശാസ്ത്രം പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ചിദാനന്ദം. അതിനാൽ മൂലാധാര ചക്രത്തെ ആകമാനം ചിദാനന്ദ ചക്രം എന്ന് പറയാറുണ്ട്. ഇതിലാണ് സർവാനന്ദമയനായിരിക്കുന്ന ശ്രീ മഹാഗണപതിയെ അംഗ ഉപാംഗങ്ങളോടുകൂടി ധ്യാനിക്കേണ്ടത്. മഹാഗണപതിയുടെ ജനനവും അനുബന്ധ വിഷയങ്ങളും നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. ഭണ്ഡാസുരന്റെ ആജ്ഞപ്രകാരം ഗജാസുരൻ പ്രയോഗിച്ച ജയവിഘ്ന യന്ത്രം യുദ്ധസങ്കേതത്തിൽ പ്രയോഗിക്കുകയും അതിന്റെ ഫലമായി ലളിതാ പരമേശ്വരിയുടെ സൈന്യങ്ങൾ ഉദാസീനരാകുകയും ചെയ്തുവെന്നും യോദ്ധാക്കൾക്കുണ്ടായ വികാരങ്ങൾ അലസ, കൃപണ, ദീന, നിദ്ര, തന്ത്ര, പ്രമീള, ക്ലീബ, നിരഹങ്കാര ഇവ ഓരോന്നായിട്ട് നമ്മൾ മാറ്റിയെന്നും പറയുന്നു. അതായത് ഒരു സാധകനിൽ ഉണ്ടാകുന്ന ഈ എന്താ പറയാ നെഗറ്റീവ് ക്വാളിറ്റീസ്, അതായത് അലസത, കൃപണത, ദീനത, നിദ്ര, ക്ലീബ, നിരഹങ്കാരം, ഇത് എല്ലാത്തിനെയും തന്നെ, കാരണം തങ്ങളൊക്കെ ഭഗവതിയുടെ പടയാളികളാണ്, ഭക്തന്മാരുമാണ് എന്നുള്ളൊരു അഭിമാനം, ആ ഒരു മാനസിക തലം, ബോധതലം ശരിയായി പ്രവർത്തിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പൊ സാധനാതലത്തിൽ ചിന്തിച്ചാൽ സാധനയാകുന്ന യുദ്ധത്തിൽ പോരാളിയാകുന്ന സാധകൻ ഉണ്ടാകുന്ന വിഘ്നങ്ങളുടെ തലങ്ങളാണ് ഇതെല്ലാം തന്നെ. ഈ വിഘ്നങ്ങളെ സൃഷ്ടിക്കുന്നത് മോഹങ്ങളാണ്, ബന്ധങ്ങളാണ്. ഏതിന്റെയെങ്കിലും നേർക്കുണ്ടാകുന്ന അത്യാകർഷണവും അത് സ്വന്തമാക്കാനുള്ള വ്യഗ്രതയുമാണ് മോഹം. ഒന്നുകൂടി പറഞ്ഞാൽ ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മോഹം. ഈ ദുരവസ്ഥയിലെത്തിയ ഭഗവതിയുടെ സൈന്യങ്ങൾ യുദ്ധം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. ദണ്ഡിനി ദേവിയും മാതംഗി ദേവിയും ഇത് കണ്ട് പരിഭ്രാന്തരായി ലളിതാ പരമേശ്വരി വിവരം ധരിപ്പിച്ച് തത്സമയം ഭഗവതി കാമേശ്വരി രൂപം പൂണ്ട കാമേശ്വരനെ മന്ദസ്മിതത്താൽ നോക്കുകയും ചെയ്തു. തക്ഷണം ആ പ്രഭാവലയത്തിൽ നിന്ന് മഹാഗണപതി അവതരിച്ചു എന്നും പറയുന്നു. ഭഗവതിയുടെ അനുവാദത്തോടുകൂടി ജയവിഘ്നയന്ത്രം തകർക്കാൻ പുറപ്പെടുകയും ചെയ്തു. ഈ മഹാഗണപതി അനവധി സൈന്യങ്ങളോടുകൂടി വിശ്വക്രനെ ആക്രമിച്ചു. വിശ്വക്രസുര സൈന്യത്തെ തവിടുപൊടിയാക്കി സൈന്യങ്ങളെല്ലാം നശിച്ച വിശ്വക്രാസുരൻ ഗജാസുരനെ മുൻനിർത്തി 7 അക്ഷൗണിപ്പടകളോട് യുദ്ധം ചെയ്തു. മഹാഗണപതി തന്റെ സൈന്യങ്ങളോടുകൂടി പൂർവാധികം ശക്തിയായി സിംഹനാദത്തിൽ മുഴക്കിയെന്നും ഗജാസുരനെ വധിച്ചുവെന്നും പറയുന്നു. എന്താണ് ഇതിന്റെ ആന്തരിക അർത്ഥം നോക്കിയാൽ പരമാത്മാവിലേക്ക് പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മപ്രയാണത്തിന്റെ ആദ്യ പടിയാണ് ഗണപതി സാധന എന്ന് പറയുന്നത്. വലിയ പരീക്ഷണങ്ങളാവും ഈ കാലഘട്ടത്തിൽ ശിഷ്യന്മാർ നേരിടേണ്ടത്. ആഗമം, അപായം, പരിണാമം, വികാരം 4 തരത്തിലുള്ള ഗണപതി സാധനയിൽ വന്നുചേരും. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ചന്ദ്രൻ, ആദിത്യൻ, പുരുഷൻ എന്നീ അഷ്ടമൂർത്തികളുടെ പൂർണ്ണഭാവമാണ് ഗണപതി. പുഷ്ടിയാണ് ഗണപതി സാധനയിലൂടെ നേടേണ്ടത്. വാക്ക്, ജ്ഞാനം, ശരീരേന്ദ്രിയങ്ങൾ, ഗൃഹക്ഷേത്രങ്ങൾ, ധനധാന്യങ്ങൾ, പ്രജകൾ, പശുക്കൾ, ഗ്രാമങ്ങൾ, ധർമ്മങ്ങൾ, അനുമാദികൾ എന്നിവ പുഷ്ടിപ്പെടുത്തണം. വൈശൂന്യം, സാഹസം, ദ്രോഹം, ഈർഷ്യ, അസൂയ, അർദ്ധഭൂഷണം, വാഗ്ദണ്ഡം, പാരുഷ്യം എന്നീ അഷ്ടവ്യസനങ്ങൾ ഗണപതി സാധകൻ വർജിക്കണം. ഗണപതി സാധനാ കാലഘട്ടം മനക്ലേശം നിറഞ്ഞതായിരിക്കും. തടസ്സങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരും. വിശപ്പ് അധികമാകും. ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റാതെ വരും. ഗതകാല സ്മരണകൾ വരും. സാധനയിൽ നിന്ന് പിൻവാങ്ങാനുള്ള പ്രവണത കൂടും. ഭൗതികമായിരിക്കുന്ന ആഗ്രഹങ്ങൾ വർദ്ധിക്കും. മൂലാധാര ഗണപതിയെ അറിഞ്ഞ് അനുഭവിക്കാൻ യോഗശാസ്ത്രം ദുർദുരി സിദ്ധി എന്നൊരു പ്രാണായാമ പ്രക്രിയ പറയുന്നുണ്ട്. അതായത് മൂലാധാരത്തിൽ പ്രാണനിവേശം ചെയ്ത് ഹും എന്ന കുംഭകം ചെയ്ത് അപാനവായുവിനാൽ ശക്തിജാലത്തെ ചലിപ്പിച്ച് ഉണർത്തി അപാനവായുവിനാൽ ക്രമതാടനം ചെയ്ത് ജാഗ്രതാവസ്ഥയിലാക്കി മൂലാധാരത്തിൽ പൂർണ്ണ വിന്യാസം ചെയ്ത് വീണ്ടും ഹും എന്ന അന്തർകുംഭകം ചെയ്ത് ബോധപ്രാണനെ ഉയർത്തുക എന്നുള്ള കർമ്മമാണിത്. അപ്പോൾ യോഗി മുൻപോട്ടും പിൻപോട്ടും ചലിക്കുമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ തന്നെ പ്രാണനെ മൂലാധാരത്തിൽ തന്നെ സർവപ്രകാശപൂരിതമാക്കി കൽപ്പിച്ച് അവിടെ ജ്ഞാനോദയത്തെ അനുഭവിച്ച് സ്വയംഭൂലിംഗമായി കാണുക. ഈ സ്വയംഭൂലിംഗത്തെ പൂർണ്ണ പ്രകാശമായി കണ്ട് തന്റെ ബോധമണ്ഡലവുമായി ഐക്യപ്പെടുത്തി കുറെ സമയം മൗനമായി ഇരിക്കണം. അപ്പോൾ മൂലാധാരസ്ഥിതമായിരിക്കുന്ന ശക്തി പതുക്കെ ഉണരാൻ തുടങ്ങും. ശരീരം മുഴുവൻ വിറയ്ക്കും, ചൂട് അനുഭവപ്പെടും. ഇതാണ് ദുർദുരി സിദ്ധി എന്ന് പറയുന്നത്. പ്രാണചലനം നടക്കുമ്പോൾ ജനനം, മിഥുനം, അഭിഭവം, ആശ്രയം എന്നീ 4 വൃത്തികൾ മൂലാധാരത്തിൽ നടക്കും. അപ്പോ ശാക്തേവ ശൈവതന്ത്രങ്ങളിലെല്ലാം തന്നെ അഷ്ടദിഗ്ഗജങ്ങളെ പൂജിക്കാൻ പറയുന്നുണ്ട്.
സാധനാ ദൃഷ്ടിയിൽ ദിഗ്ഗജങ്ങൾ എന്ന് പറയുന്നത് വ്യക്തിയിൽ ഉണ്ടാകുന്ന ചിന്തകൾ തന്നെയാണ്. ഈ ചിന്തകളെ നിയന്ത്രിച്ച് അന്തർമുഖമാകുക എന്ന ഉദ്ദേശമാണ് ഈ ഗജപൂജയുടെ ആന്തരിക തലം. ബ്രഹ്മാവ് ഒരിക്കൽ ഹിരണ്യഗർഭം രണ്ടായി പകർത്ത് അതിന് ജീവൻ കൊടുക്കാനായി തന്റെ പ്രാണശക്തി ബഹിർഗമിക്കാൻ തുടങ്ങിയെന്നും ഈ പ്രക്രിയയിൽ പ്രപഞ്ചമാകമാനം അപകടകരവിധം കുലുങ്ങിയെന്നും പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഉത്തരവാദിത്തമാകുന്ന സപ്തർഷികൾ വരെ കുലുങ്ങിയെന്നും ഇതിന് പരിഹാരം എന്നവണ്ണം അവർ സാമവേദം ആലപിച്ചു. ഈ സാമവേദ മന്ത്രത്തിന്റെ പ്രഭാവത്താൽ ബ്രഹ്മാവിന്റെ വലതുകൈയിൽ നിന്ന് മിഥുന സങ്കല്പത്തിൽ ആനകൾ ആവിർഭവിച്ചു. ഇവ 8 ദിക്കിൽ വന്ന് ഭൂമിയെ താങ്ങി രക്ഷിച്ചു. ഇവരാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ അഷ്ട എന്ന പദത്തിന് പരിധിയില്ലാത്ത ചൈതന്യത്തിന്റെ ഗണം എന്നാണ് അർത്ഥം. ഈ മിഥുനഗജങ്ങൾ ഐരാവതം തുടങ്ങി എന്താ പറയാ 8 ആനകളാണ്. ഇതിൽ പ്രധാനി കിഴക്കിന്റെ അധിപനായിരിക്കുന്ന ഐരാവതം തന്നെയാണ്. അപ്പോ ഈ എന്താ പറയാ നമ്മള് ഗണപതി ആഗമങ്ങളിലും ഗണപതി സമൂഹത്തിന്റെ ആരാധന പറയുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രപഞ്ച സൃഷ്ടി ഈ പ്രപഞ്ച സൃഷ്ടി എന്ന് തുടങ്ങിയോ അന്നു മുതൽ ഗണപതി സങ്കല്പം ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ജടാമകുടത്തോടു കൂടിയ ഗണപതിക്ക് 10-ാം നൂറ്റാണ്ട് വരെ പ്രചാരമുണ്ടായിരുന്നു. അതിൽ രണ്ടോ നാലോ കൈകളോട് കൂടിയ ധ്യാനം അങ്ങനെയുള്ള ധ്യാന ഗണേശ ബിംബങ്ങള് ഗണപതി ബിംബങ്ങളില് ഇടംപിരി വലംപിരി എന്ന് 2 രീതിയിലുള്ള രൂപങ്ങളൊക്കെ നമുക്ക് കാണാം. ഇടംപിരി ഗണപതി ഭോഗവും ശാക്തേയവുമാണ്. വലംപിരി ഗണപതി യോഗവും ശൈവവുമാണ്. കേരള വിദ്യ പാരമ്പര്യത്തിലെ ക്ഷേത്ര സമുച്ചയത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ഗണപതി ആരാധന. പിന്നെ ഗണപതിയെ സാധാരണമായിട്ട് കിഴക്കോട്ട് ദർശനമായോ ഈശാനകോണിൽ പടിഞ്ഞാട്ട് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിക്കുക. ശ്രീകോവിലിന് ചേർന്ന് അംഗഗണപതിയായിട്ടും അതായത് ഒക്കത്ത് ഗണപതി കണ്ടുവരുന്നുണ്ട്. തെക്കോട്ട് ദർശനമായിരിക്കുന്ന ഗണപതിക്ക് വിദ്യാപ്രാധാന്യവും കന്നിരാശിയിലെ ഗണപതിക്ക് ധർമ്മ പ്രാധാന്യവും ഈശാനകോണിലെ ഗണപതിക്ക് സദാശിവ പ്രാധാന്യവും ഉണ്ട്. അംഗഗണപതിക്ക് അതായത് മൂർത്തികളുടെ പ്രാധാന്യവും കൊടുക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിലെ പരിവാര പ്രതിഷ്ഠകളിൽ സപ്തമാതൃക്കളോടൊപ്പം ഗണപതിയും പ്രതിഷ്ഠിക്കുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും ചുവച്ചിത്രങ്ങളിലും പല ഭാവങ്ങളിലുള്ള ഗണപതി സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഭാരതത്തിലെ എല്ലാ വിഭാഗക്കാരുടെ ഇടയിലും ഗണപതി ആരാധന ഉത്കൃഷ്ടമായി നിലനിന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭാരതത്തിലെ എല്ലാ ഗ്രന്ഥാരംഭങ്ങളിലും ഗണപതി സ്തുതിയുണ്ട്. അങ്ങനെ ആത്മീയ ശത്രുക്കളായ കാമക്രോധാദികളുടെ സ്വാധീനത്തിൽപ്പെട്ട് മാനവൻ വിദ്വാനാവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുമെന്നും സ്വദേവ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായും പ്രമാദങ്ങളുമായിട്ട് ഇരിക്കുന്നത് കൊണ്ടും അവയെ നിയന്ത്രിക്കാൻ ബുദ്ധിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ ബുദ്ധി തന്നെയാണ് ഗണപതി തത്വമായി പറയപ്പെടുന്നത്. അപ്പോൾ വിദ്വാൻമാർ സ്വായത്തമാക്കേണ്ടത് അന്തർവിദ്യയാണ്. അന്തർമുഖ ശക്തി രേവ വിദ്യ എന്ന പ്രമാണം. മാനവർക്കെല്ലാം ഈശ്വരൻ വിഭിന്ന ഐശ്വര്യങ്ങളാണ് നൽകുന്നത്. വിദ്വാൻമാർക്ക് ആവശ്യമുള്ളത് നിർലോഭം പ്രകൃതിയിൽ നിന്ന് ലഭിക്കും. സാധകൻ വിദ്വാനാകണം. ത്യാഗത്തിലൂടെ മാത്രമേ വിദ്വാൻ ആവാൻ സാധിക്കുകയുള്ളൂ. ത്യാഗം ജ്ഞാനവും വിദ്വാൻ വിജ്ഞാനിയുമാണ്. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതും സ്വയം പ്രകാശമായി തിളങ്ങുന്ന താൻ എന്ന മഹാഗണപതി ബോധം തന്നെയാണ്. സസ്യഭാസ സർവമിതം വിഭാതി എന്ന ഉപനിഷത്തുകൾ ഇതിനെ പ്രകീർത്തിക്കുന്നു. സൂര്യചന്ദ്ര നക്ഷത്ര തേജസ്സുകളെല്ലാം ഇതിനു മുമ്പിൽ നിഷ്പ്രഭമാണ്. ജ്യോതിയാണ് മഹാഗണപതി. സകല ജ്ഞാനത്തിലും ഗണേശ തത്വം ആദ്യം തന്നെ ദർശിക്കാനാവും. ഇവിടെ മഹാഗണപതി സങ്കല്പത്തെ ആകമാനം നമ്മളൊന്ന് ചെറുതായി കണ്ടുവെന്ന് മാത്രം. ഇവിടെ പ്രസ്താവിച്ച ബീജഗണപതി അപൂർവമെങ്കിലും സാധകന് സുപരിചിതമാണ്. താന്ത്രിക വൈദിക സാധനാ സമ്പ്രദായത്തിലുണ്ടാവുന്ന വിഘ്നങ്ങളുടെ നിവാരണാർത്ഥമാണ് ഗണേശ ആരാധന അനുഷ്ഠിക്കുന്നത്. ശ്രീവിദ്യ ഗണേശൻ എന്നറിയപ്പെടുന്ന സാധനാ പദ്ധതിയിൽ ചതുരാവർത്തി തർപ്പണം എന്ന വിശേഷമായ ഒരു വിധിയുണ്ട്. ഗണപതിയെ പ്രീതിപ്പെടുത്താൻ ഏറ്റവും നല്ല ക്രിയയാണിത് എന്ന് പരശുരാമ കൽപ്പസൂത്രം പറയുന്നു. ബീജഗണപതി സാധനാ ചൈതന്യത്തിന് സ്ഫുരണമായതുകൊണ്ട് ശ്രീവിദ്യ ഉപാസകർക്ക് മഹാഗണപതി സാധന ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. സാധനയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ബാഹ്യ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനോടൊപ്പം ആനന്ദമെന്ന സർഗലീലയുടെ പ്രചണ്ഡ പ്രവാഹമാണ് സാധകനെ ഒരുക്കിയെടുക്കലും ഗണപതി ഉപാസനയിലൂടെയും സാധിക്കുന്നത്. ഏക ബ്രഹ്മമയമായിരിക്കുന്ന ശിവാവസ്ഥയിൽ നിന്ന് കാണുന്ന അനന്ത വൈജാത്യത്തോടുകൂടിയുള്ള പ്രപഞ്ച ബോധ സൃഷ്ടി വിസ്താരം ചമച്ചത് അതിനെല്ലാം അന്തർയാമിയായി വിളങ്ങുന്ന ഗണപതി ചൈതന്യമാണെന്ന് സംശയമില്ല. ഓം ഗം ഗണപതയെ നമ. എല്ലാം പരാശക്തിയുടെ പാദപത്മങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ജഗത് മാതാപിതാക്കളായ ശിവശക്തികളെ സ്മരിച്ചുകൊണ്ട് അവരുടെ മകനായിരിക്കുന്ന സാക്ഷാൽ ഗണപതി ഭഗവാൻ ഈ ഒരു ഗണേശ ചതുർത്ഥി ദിവസം എല്ലാവരുടെയും മനസ്സിലെ തത്വബോധമുണർത്തി അവർക്ക് ജീവിത വിപത്തുകളിൽ നിന്ന് രക്ഷ നൽകിക്കൊണ്ട് വിരാജിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.